വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വഖഫ് ബില്ല് നാളെ അവതരിപ്പിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവതരിപ്പിച്ചേക്കും എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുമ്പോൾ നേട്ടങ്ങൾ കൊണ്ട് കോട്ടങ്ങളുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്തായാലും ഈ ബില്ല് കൊണ്ടുവരേണ്ട ഒരു ബില്ല് തന്നെയാണ് എന്ന് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും പറയുമ്പോൾ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ വീഴ്ച വരാൻ സാധ്യത ഉണ്ട് എന്ന് പല ആൾക്കാരും ഭംഗി നിലയാണ് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെയും ഒരു പ്രതീക്ഷ അതിൽ തന്നെയാണ്. കാരണം ഈ എൻ ഡി എയിലെ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ് എന്നാണ് അവർ പറയുന്നത്. കേന്ദ്രത്തിനെ പിന്തുണയ്ക്കുന്ന JDU, TDP, LJP, RLD പാർട്ടികൾ എല്ലാം തന്നെ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നതിൽ സമ്മർദ്ദത്തിലാണ് എന്ന് പറയുന്നു. കാരണം ഇവർക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറയുന്നു. ആദ്യത്തെ അഗ്നിപരീക്ഷ നടക്കാൻ പോകുന്നത് ഇത്തവണ ഇപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലാണ് എന്നാണ് ഇവര് പറയുന്നത്. അപ്പോ നിതീഷ് കുമാർ ഈ വഖഫ് ബില്ലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ 17.6% മുസ്ലിം മുസ്ലിം ശതമാനമുള്ള ബീഹാറിൽ ഇയാൾക്ക് JDU-വിന് വലിയ വിള്ളൽ വീഴും. വോട്ട് ബാങ്കിൽ വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ, ജയന്ത് ചൗധരി എന്നിവർ ഇതിനെ എതിർക്കുമെന്നും അവര് പറഞ്ഞാൽ ഈ ബില്ല് കൊണ്ടുവരില്ല എന്നുമായിരുന്നു ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ മങ്ങി. ആ ബില്ല് ഇപ്പോ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് ഒരു വശം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് JDU നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് രഞ്ജൻ സിംഗ് ബില്ലിനെ ആദ്യം അനുകൂലിച്ചു. പിന്നീട് പുള്ളി വന്ന് ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത്. അത് പ്രാദേശികമായിട്ടുള്ള ഒരു വികാരം മനസ്സിലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിലൊരു നേട്ടം എന്ന് പറയുന്നത് അത് കേരളത്തിലാണ്. പക്ഷെ ആ കേരളം കത്തിക്കുന്ന ഒരു വാർത്ത ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ എടുത്തിട്ടില്ല. മനോരമ തീരെ എടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. മനോരമ ഇപ്പോഴും അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഓരോരോ നടന്മാരുടെ വീട്ടിന്റെ പടിക്കൽ ചെന്ന് നിന്ന് അവരുടെ വാതിലിൽ തട്ടി എമ്പുരാനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ എമ്പുരാനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ മനോരമയ്ക്ക് അത് വെച്ച് കുറച്ചു നാൾ കത്തിക്കാമല്ലോ. KCBC ഈ ബില്ലിനെ അനുകൂലിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ഇതിനെ അനുകൂലിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം CBCI രണ്ടാമത്തെ ക്രിസ്ത്യൻ സംഘടനയാണ്. അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. വഖഫ് ബില്ലിനെ അനുകൂലിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇതിനെ പിന്തുണച്ചോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ പിറകിൽ നിന്ന് ക്രിസ്ത്യാനികളെ കുത്തരുത്, പിറകിൽ നിന്ന് കുത്തിയാൽ ചരിത്രം, കാലം മാപ്പ് തരില്ല എന്നാണ് ഇവർ പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കേരള കോൺഗ്രസ് അടക്കമുള്ളവർ വെട്ടിലായിപ്പോയി. എന്തിനു പറയുന്നു? നമ്മുടെ കേരളത്തിൽ നിന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആയിരുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചു പോയിരിക്കുന്നത്. ഇനി അടുത്ത തവണ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ വന്ന് മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ വെട്ടിലായിരിക്കുകയാണ് ഇവരെല്ലാം കേരളത്തിൽ. മറ്റേത് ഒരു നാഷണൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ ഈ രണ്ട് വിഷയത്തിലും എന്താണ് ബിജുചേട്ടന് തോന്നുന്നത്? വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരണമെന്ന് പറയുന്നത് BJP-കാരല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിനുള്ള നീക്കം നടന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, ഒരു നട്ടെല്ലാം ഉണ്ടായിരുന്നില്ല. നട്ടെല്ലെന്ന് വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരൊരു 23 ഘടകകക്ഷികളുമായിട്ട് ചേർന്ന് ഭരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പൊ ആ സർക്കാർ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരിന് അങ്ങനെ ഒരെണ്ണം കൊണ്ട് അപ്പൊ അവരങ്ങനെ ഒരു ഭേദഗതി വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും എന്ന് പറയുന്ന ഒരു സാഹചര്യം അവരുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിവെച്ചിരുന്നു. പിന്നീട് BJP വന്നിരുന്നു. അപ്പൊ ഇത് ആദ്യം തുടക്കത്തില് പറഞ്ഞു കേട്ടിരുന്നത്, ഈ നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നത്, നായിഡുവും JDU-വും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഈ ബില്ല് വരില്ല, വഖഫ് ബില്ല് ഒരിക്കലും നടപ്പാക്കില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ബഹുദൂരം മുൻപോട്ട് പോയി ബില്ല് അവതരിപ്പിക്കുന്ന നിലയിലേക്ക് എത്തി. അപ്പൊ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഈ മാധ്യമങ്ങൾ ഒരുപാട് പിന്നാക്കം പോയി. ഇനി അവസാന കൈയായിട്ട് പറയുന്നത് വീണ്ടും ഈ JDU-വും TDP-യും എതിർക്കും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ബില്ലിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഇതിനകത്ത് നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം, കാരണം ഈ എന്ത് വന്നാലും ഈ രാജ്യത്ത് എന്ത് നിയമം വന്നാലും അത് മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങളെ സൈഡാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ വരുന്നത് എന്നൊരു നരേറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ പ്രചരണം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഈ മാധ്യമങ്ങളെ ചുവട് പിടിച്ച് ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാരോ ജമാഅത്ത് ഇസ്ലാമിക്കാരോ ആണ് നടത്തേണ്ടത്. അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മുൻപിൽ ഈ മാധ്യമങ്ങളാണ് ഈ വാർത്ത. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ കണ്ടു, വാക്സിൻ വന്നപ്പോൾ ഇതേ കണക്ക് ഊഹാപോഹം കണ്ടു. നമ്മുടെ കോവിഡിന്റെ വാക്സിൻ വന്നു, വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ എന്തിനും ഏതിനുമൊക്കെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്താണ് ഈ രാജ്യത്ത് നിയമം വരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ളത്, ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു ജനമുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു നിയമം ഒരു രാജ്യത്ത് വരുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? ഇതായത് ഞാൻ അറിഞ്ഞത് ഇവിടെ അടിച്ചിറക്കി വിടുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കുകയാണ്, എന്നിട്ട് അവരെ ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ നിന്ന് കാരണം പൗരത്വ ഭേദഗതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിയമം, ഇവരെല്ലാം കൂടെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. എങ്ങോട്ട് പുറത്താക്കും എന്ന് പറയുന്നില്ല, ഇവരെ ഇവിടുന്ന് മൊത്തത്തിൽ പുറത്താക്കും മുസ്ലിംസിനെ.
ഇതെല്ലാം കൂടി ഇങ്ങനെ പിടിച്ചെടുക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടിരുന്നത്. ഈ വഖഫ് ബോർഡും മുസ്ലിങ്ങളുടെ സ്വത്തും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധവും ഇല്ല. ഒരുത്തൻ 5 സെന്റ് സ്ഥലം മേടിച്ച് ഒരു മുസ്ലിമായ ഒരു വ്യക്തി 5 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെക്കുന്നു. വഖഫും തമ്മിൽ എന്തോ, വഖഫ് ബോർഡും തമ്മിൽ എന്തോ ബന്ധം, വഖഫിന്റെ ഭൂമിയായിട്ട് എന്തോ ബന്ധം? ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യം. അതായത് കള്ളത്തരം പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ രാജ്യവിരുദ്ധരാക്കി മാറ്റുക. ഇതാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സൈഡാക്കുന്ന ഇവരാണ് ഈ പാവങ്ങൾ. ഇതായിരുന്നു ഇവിടുത്തെ ഇപ്പൊ നടക്കുന്ന സാധനം. ഞാൻ സാധാരണപ്പെട്ട ഒരു ശരാശരി മുസ്ലിമിനോട് നമ്മൾ ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ സ്വത്തെല്ലാം നിങ്ങൾ പിടിച്ചെടുക്കുകയല്ലേ. പക്ഷെ പിടിച്ചെടുക്കുന്നതുമായി യാതൊരു ബന്ധവും ഇതിനകത്തില്ല. ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രേഖയുള്ള സ്വത്തുക്കൾ മാത്രം. രേഖയില്ലാത്തത് ആർക്കെങ്കിലും കൈവെക്കാൻ പറ്റുമോ ധനുഷ്? നമ്മുടെ കയ്യിൽ ഒരു ഭൂമി ഉണ്ടല്ലോ, അതിന് രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമല്ലോ, സ്വാഭാവികമല്ലേ? നമ്മൾ ഈ നാളെ സർക്കാരിന്റെ ഈ തിരുവനന്തപുരത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം, സർക്കാരിന്റെ ഒരു സ്ഥലം, ഒരു 2 സെന്റ് ഇല്ല 1 സെന്റ് ഭൂമി വളഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കും? പിറ്റേ ദിവസം കോർപ്പറേഷൻകാർ വരില്ലേ? ബുൾഡോസർ അല്ല 13 സാധനം കൊണ്ട് ഇത് പൊളിച്ചു മാറ്റത്തില്ല. ഇല്ലെങ്കിൽ നമ്മളിത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ചോദിക്കത്തില്ലേ, നിങ്ങളുടെ കയ്യിലുണ്ടോ, ഇതിന്റെ പട്ടയമുണ്ടോ, രേഖയുണ്ടോ? അപ്പൊ രേഖയില്ലാത്ത സ്വത്തുക്കൾ തിരിച്ചെടുക്കും. അതായത് വഖഫിന്റെ, അതായത് വഖഫില് ഈ ഭൂമി കൊടുക്കുന്ന, പണ്ട് പുരാതന കാലം തൊട്ട് ഈ ഭൂമി കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് എന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു ദാനമായിട്ടാണ് ഈ വഖഫ് ബോർഡിന് ഭൂമി കൊടുക്കുന്നത്. അത് എന്റെ ഭൂമി ആകണമെന്നില്ല. ഞാൻ ധനുഷിന്റെ ഭൂമിയും ദാനം കൊടുത്തിരിക്കും. കാരണം അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ 5 സെന്റും 2 സെന്റ് സ്ഥലമല്ല ആൾക്കാർക്കുള്ളത്. ഏക്കർ കണക്കിന് തോട്ടങ്ങളും കൃഷിയിടങ്ങളും മറ്റുമുണ്ട്. അപ്പൊ ഈ സ്ഥലം ഞാൻ എന്റെ ഒരു എന്താണ് ഒരു മസിൽ പവറിൽ പിടിച്ചെടുത്തിട്ട് ഞാൻ പറയുകയാണ്, ഇതാ വഖഫിന് ഞാൻ ഇത് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതിന്റെ രേഖ എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, രേഖ അതിന്റെ ഒറിജിനൽ ഓണറുടെ കയ്യിലായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒറിജിനൽ വസ്തുക്കളുടെ അതല്ല, വഖഫ് ബോർഡിന്റെ അടുത്ത് ഒരാള് ആത്മാർത്ഥമായിട്ട്, ഒരു മുസ്ലിം വിശ്വാസി, മതവിശ്വാസി ആത്മാർത്ഥമായിട്ട് തന്റെ സ്വന്തം സ്ഥലം വഖഫിന്റെ പേരിൽ എഴുതി കൊടുക്കുന്നത് സർക്കാർ ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ എനിക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ പൂർണ്ണ മനസ്സോടുകൂടി എന്റെ പട്ടയത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ആധാരത്തിൽ നിന്ന് ഞാൻ 5 സെന്റ് വഖഫ് ബോർഡിന് കൊടുക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്റെ കയ്യിൽ അതെ. പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വഖഫ് ബോർഡിന്റെ ഭൂമി എന്ന് പറയുന്നതിന് പേപ്പർ ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ. അതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യം. ഇതാണ് ചെയ്യുന്ന പ്രധാന കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അനധികൃതമായിട്ട് ഇവരുടെ പേടി എന്താണെന്നറിയാം? ആരുടെ പേടിയാ? മുസ്ലിം വിഭാഗത്തിന്റെ പേടിയല്ലത്. ഈ വഖഫ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കിയ ഒരു വലിയ മാഫിയ ഇവിടെ ഉണ്ട് ഈ രാജ്യത്ത്. അവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഭൂമി കച്ചവടം ചെയ്തിട്ടുണ്ട്. അതായത് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമൊക്കെ ഏക്കർ കണക്കിന് ഭൂമി, അതായത് കഴിഞ്ഞ ഒരു വർഷമാണെന്ന് തോന്നുന്നു, ഉത്തരാഖണ്ഡിലെ പുഷ്കർ ധാമി ഒരു 69,000 ഏക്കർ സ്ഥലം ഒഴിപ്പിച്ചു. ഇവര് കാലാകാലമായിട്ട് ഈ വഖഫ് ഭൂമി സ്വന്തമാക്കി വെച്ചിട്ട് ഈ വഖഫ് ഭൂമി ഇവര് വിറ്റു. ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, പലയിടത്തിരിക്കുന്ന ആളുകൾ ഈ വഖഫ് ഭൂമി മറിച്ചു വിറ്റു. മറിച്ചു വിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റും? അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നിട്ടുണ്ട്, ഫ്ളാറ്റുകൾ വന്നിട്ടുണ്ട്. കാരണം ഈ വഖഫ് ഭൂമി വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. ചാരിറ്റിക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക, മതപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക. അവിടെ പള്ളി വെക്കാം, കുഴപ്പമില്ല. മതപാഠശാല വെക്കാം, കുഴപ്പമില്ല. പക്ഷെ ഷോപ്പിംഗ് കോംപ്ലക്സ് വെക്കാൻ പറ്റില്ല. കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒന്നും അതിൽ പറ്റില്ല. പിന്നെ ഹോട്ടൽ വെക്കാൻ പറ്റില്ല, ലോഡ്ജിങ് പറ്റില്ല, മറ്റൊന്നും പറ്റില്ല. അങ്ങനെ ഈ ഭൂമി മുഴുവൻ ഇവരിരുന്നിട്ട് ഇവര് മറിച്ചു വിറ്റു. അപ്പം മറിച്ചു വിറ്റവര് ഇതെടുത്തു. അവരവിടൊക്കെ വലിയ ഹോട്ടൽ കെട്ടിയിട്ടുണ്ട്, വലിയ ബിസിനസ് സ്ഥാപനം കെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും അവരിവർക്കെതിരെ കേസിന് പോയില്ലേ? ഞാൻ ധനുഷിന് വഖഫിന്റെ ഭൂമി തരികയാണ്, ധനുഷ് അവിടെ വലിയൊരു ഹോട്ടൽ കെട്ടി. നാളെ ആ ഭൂമി സർക്കാരിൻ്റെതാകുമ്പോൾ സ്വാഭാവികമായി ധനുഷ് എന്റെ കുത്തിന് പിടിക്കത്തില്ലേ? എനിക്ക് പൈസ തിരിച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എവിടെ പോയി തിരിച്ചു കൊടുക്കും? അപ്പൊ എന്ത് പറ്റും? ഇത് 10 പേര് അറിയും, നാണക്കേടാകും, അല്ലെ? അപ്പം ഇതാണ് ഇതിനകത്ത് ഒരു വലിയ വിഷയം. ഇതാണ് അതിനകത്ത് ഒരു റിയാലിറ്റി എന്ന് പറയുന്ന സാധനം. ഇതാണ് ഈ ഭൂമികൾ മുഴുവൻ മറിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും. ഇനി ഇവന്മാരുടെ പേരിൽ ഇവന്മാർ തന്നെ നടത്തുന്ന അനവധി സ്ഥാപനമുണ്ട്, ഇതെല്ലാം പൊളിച്ചു മാറ്റുന്നത്. അതായത് ഇവരുടെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഈ ഒരു നിയമം വരുന്നതോടുകൂടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ന്യായപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള വഖഫിന്റെ സ്വത്തുക്കൾ അതുപോലെ നിൽക്കും, വഖഫ് ബോർഡ് അതുപോലെ നിൽക്കും. ഒപ്പം തന്നെ വഖഫ് ബോർഡിൽ ന്യായമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. അതിനകത്ത് അവർ പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യം വേണം. അതിൽ തെറ്റെന്ന് പറയാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾ ഇതിനകത്ത് ഉണ്ടാകണം. ആ ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നുള്ള ആ പോർഷൻ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലടക്കം പ്രചരിപ്പിച്ചതെന്ന് തന്നെ അറിയാവോ? മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ നടത്തുന്ന നീക്കമെന്നാണ്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ നടത്തുന്ന നീക്കമെന്നാണ് പറയുന്നത്. എന്തൊരു കള്ളത്തരമാണ്! ഒരു വിരോധാഭാസമായ കാര്യമാണ്. വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉദാഹരണം, കേരളത്തിന്റെ വഖഫ് ബോർഡ്, അതിനകത്തൊരു ജനപ്രതിനിധിയെ ഉൾപ്പെടുത്തണം. ഈ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ, ഒരു MP യോ MLA ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ, ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ MP MLA ആയിട്ടുള്ളത്? മുസ്ലിംസ് ഇല്ലേ? ക്രിസ്ത്യൻസ് ഇല്ലേ? മറ്റു വിഭാഗങ്ങളില്ലേ? ആരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഒരാളെ ഉൾപ്പെടുത്തണമെന്നേ ഉള്ളൂ. അതിനിപ്പം
അമുസ്ലിങ്ങളായിട്ടുള്ളവരാണെന്ന് ആര് പറഞ്ഞു? മുസ്ലിങ്ങൾ തന്നെയില്ലേ ഈ രാജ്യത്ത് എത്രയോ എംപിമാരുണ്ട്, പല പാർട്ടികളിലില്ലേ, ഓരോ പാർട്ടികളിലുണ്ട് എംപിമാര്. ബി.ജെ.പിക്ക് എന്താ നേതാക്കന്മാരുടെ വല്ല കുറവുണ്ടോ ജനപ്രതിനിധികളായിട്ട്? രാജ്യസഭയിൽ നിന്നൊക്കെ നിന്ന് ജയിച്ച ഒരുപാട് പേരുണ്ട് അവർക്ക്. അങ്ങനെ കൊണ്ടുവരുന്ന ജനപ്രതിനിധികളെ കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ്? അപ്പം ഇതാണ് ഇതിന്റെ ഒരു കാര്യമായിട്ട്. ഇപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിൽ ആരായിരിക്കുന്നത്? ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിട്ട് വരുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വരുന്ന ഹിന്ദു ആയിട്ടുള്ള വ്യക്തിയല്ലേ? അവരുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം. ഇപ്പൊ നാളെ എസ്.ഡി.പി.യെ കൂട്ടിയിട്ടാണ് CPM നാളെ അധികാരത്തിൽ വരുന്നതെങ്കിൽ നാളെ ദേവസ്വം ബോർഡ് SDPI കൊടുത്തു എന്ന് കരുതുക. അവിടെ SDPIക്കാര് ആരെയായിരിക്കും അവിടെ കൊണ്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? ഒരു ഹിന്ദുവിനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഹിന്ദുവിനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ലോജിക്കാണ്, ഒരു സാമാന്യ മര്യാദയാണ്. അത് നല്ലത്. ദേവസ്വം ബോർഡ് കൂടുതലും ആചാരാനുഷ്ഠാനങ്ങൾ നോക്കുന്നതല്ലേ, ഇത് സിവിലാണല്ലോ, ഇത് വഖഫ് ബോർഡ് സിവിലാണ്. പിന്നെ ഇവിടെ ആചാരങ്ങൾ നോക്കുന്നു. അല്ലെ, വേണമെങ്കിൽ അങ്ങനെ വെക്കാം എന്ന് ഞാൻ പറഞ്ഞത്. ഇതിന് ഓപ്ഷൻ ഉണ്ടല്ലോ, വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി വേണ്ട, ഇനി അങ്ങനെ ഒരു MP ഇല്ലാന്ന് കരുതുക, മുസ്ലിം MP ഇല്ലെങ്കിൽ സ്വാഭാവികമായി ജനപ്രതിനിധി ഉൾപ്പെടുത്തണ്ടേ ഒരു MP? അത് ഹിന്ദു ആകാം, ക്രിസ്ത്യാനാകാം, ആരും ആകാം. ഇപ്പൊ മുസ്ലിം MP ഇല്ലാത്തത് എന്തുകൊണ്ടായെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, ഒരു MP അവിടെ നിന്ന് ജയിച്ച് കയറാത്തത് കൊണ്ടാണല്ലോ. അതും ഒരു ന്യായമല്ലേ? അപ്പൊ ആ വിഭാഗത്തിൽ നിന്ന് ഒരു MP ജയിച്ച് കയറാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ. കാരണം ജയിച്ച് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എന്തുകൊണ്ട് ജയിക്കുന്നില്ല? ജയിച്ചിട്ടുണ്ട്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെന്നല്ലോ, മുസ്ലിം ലീഗിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ജയിച്ച് കയറിയിട്ടുണ്ട്. ബംഗാളിൽ ജയിച്ച് കയറിയിട്ട് പലയിടത്തും തമിഴ്നാട്ടിലില്ലേ, എല്ലായിടത്തും ജയിച്ച് കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വരാം വേണമെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത് കാര്യം. അപ്പം ഈ മുസ്ലിംകാരെ വേണമെന്നില്ല. ഇനി അവരില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഒരു സ്വാഭാവിക ജനപ്രതിനിധി, കാരണം ഇതൊരു ബോർഡാണ്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉറപ്പാക്കും. കാരണം സ്ത്രീകൾക്ക് വലിയ നൂലാമാല സൃഷ്ടിക്കാൻ പോകുന്ന അനവധി കേസുകൾ കാര്യങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത് മൂലവും അവർക്കൊരു പ്രാതിനിധ്യം ഉറപ്പാക്കും. കാരണം സ്ത്രീ സംവരണവും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യം ഒരുപാട് ദൂരം മുൻപോട്ട് പോകുമ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിലും പോകാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം RSS ഒരു പുരുഷ മേധാവിത്വമുള്ള സംഘടനയാണെന്നാണ് പറയുന്നത്. അവര് പോലും രാഷ്ട്രീയ സേവികാ സമിതി എന്ന് പറഞ്ഞൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ട് അവര് പോലും അവരുടെ പേരുദോഷം മാറ്റി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ പുരുഷന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതികളും കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇനി മുൻപോട്ട് അധികം നാൾ പോകില്ല. ഇപ്പൊ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ് ശബരിമലയിൽ എന്താണെന്ന് വെച്ചാൽ അത് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ സ്ത്രീകളെ ഒഴിവാക്കി നിർത്തുന്നില്ല. സ്ത്രീകൾക്ക് ഒരു പീരീഡ്, ഒരു ടൈം വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ ഇത് ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്തത് എന്ന് ചോദിച്ചു. ഇതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടുന്നത് കേരളത്തിനല്ല. കേരളത്തിൽ ഒരു മുനമ്പം, ഒരു ചെറിയ പ്രദേശം മാത്രമാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ വലിയൊരു ഗ്രാമം തന്നെയാണ് ഈ വഖഫ് കയ്യേറി വെച്ചിരിക്കുന്നത്. വലിയൊരു ഗ്രാമം മുഴുവനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വലിയൊരു ആശ്വാസമായിട്ട് ഇത് മാറും. രണ്ടാമത്തെ കാര്യം, ഇത് കേരളത്തിൽ എങ്ങനെയാണ് ഇത് കുറച്ചുകൂടെ പൊളിറ്റിക്കലി വലിയ ഇതായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസ് ഇപ്പൊ ഒരു നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരു പക്ഷേ ഈ കാലാകാലങ്ങളിലായിട്ട് UDF-നെ മറ്റും പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ പൊതുവെ ഭൂരിപക്ഷവും UDF-നെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ ഇടക്കാലത്തൊക്കെ കുറച്ചെങ്കിലും അവർ LDF-നെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ നിന്നൊരു ഗുണവും BJP-ക്ക് നാളിതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഉടനെ എങ്ങാനും കിട്ടുമോന്ന് വെച്ചാൽ അതും അറിയില്ല. നിലവിൽ കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ കുറെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർക്ക് ഈ വോട്ട് ബാങ്കിന്റെ ഗുണം, അത് ക്രിസ്തീയ വോട്ട് ബാങ്കിന്റെ ഗുണം BJP-ക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പൊ ഇവിടെ ഒരു പുതിയ സ്റ്റാൻഡ് അവരെടുക്കുന്നു. ഈ സ്റ്റാൻഡ് ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെയായിരിക്കും. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ നായർ കമ്മ്യൂണിറ്റികളാണ്. മധ്യ തിരുവിതാംകൂറിലടക്കം കോൺഗ്രസിന്റെ ശക്തി. അവിടെ ഈ നായർ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ BJP-യിലേക്ക് ചോർന്നു പോയിട്ട് കാലങ്ങൾ കുറച്ചായി. ഇനി അവശേഷിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ആ വോട്ടും കൂടി അവരിൽ നിന്ന് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാരണം മുസ്ലിം വോട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ലീഗ് ഉള്ളിടത്തോളം കാലം ലീഗിന്റെ എതിരേക്കാണ് വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത്. ആ ഒരു കെയർ ഓഫിൽ കിട്ടുന്ന വോട്ടുകൾ ഇത് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. മുസ്ലിം വോട്ടുകൾ മാത്രം കിട്ടിയോണ്ട് കോൺഗ്രസിന് മുമ്പോട്ട് കയറാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമ്മുടെ നിയമസഭയെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സീറ്റുകളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് ദുർബലമാകുകയും കോൺഗ്രസ് UDF-ലെ ഒരു രണ്ടാം കക്ഷിയായി, സെക്കൻഡ് പാർട്ണറായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്യും. ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇത് ഒരുപാട് തന്നെ ഇത് ടെൻഷൻ അടിപ്പിക്കുന്ന മുഴുവൻ അവർ. LDF-നെ സംബന്ധിച്ച് ടെൻഷന്റെ കാര്യം, അവരാകെ ജയിച്ചിരിക്കുന്ന ഒരു MP ആണ്. ആ MP-യെ സംബന്ധിച്ച് അവർ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ അതിന് വലിയൊരു പ്രാധാന്യമില്ല. കാരണം ക്രിസ്തീയ പൊളിറ്റിക്സിൽ ഈ ഇടതുപക്ഷം എന്താണെന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അവർക്ക് വലിയ റോളില്ല. അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇതിനകത്ത് ടെൻഷൻ മുഴുവൻ കോൺഗ്രസ്സുകാർക്കാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉറക്കം കിട്ടാത്ത രണ്ട് കൂട്ടരുണ്ട് ഇതിനകത്ത്. അതായത് രണ്ട് മുന്നണിയിലുമുള്ള കേരള കോൺഗ്രസ്സുകാർ, ജോസഫ് വിഭാഗവും മാണി വിഭാഗവും ഉണ്ട്. കാരണം ഇവർ ക്രിസ്തീയ വോട്ട് ബാങ്കിൽ കെട്ടിപ്പിടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നിർണായക ഘട്ടത്തിൽ അവർ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയിട്ടില്ല.
കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് MP തന്നെ പറയുന്നു, അതിലെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കണം, നോക്കണം, പറയണം, ഇങ്ങനെ ഒഴുക്കം മട്ടിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഇനി മറ്റൊന്ന് കാര്യങ്ങളുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതായിരുന്നു ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ അവർ വിശ്വസിച്ചോണ്ടിരുന്നെങ്കിൽ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ നോക്കിക്കോളൂ, ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ സകലമാന ജനങ്ങളും നമ്മുടെ ചാനലുകളുടെ മുമ്പിലായിരിക്കും. ഇനിയിപ്പം നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കൊടുത്തില്ലെങ്കിൽ പോലും DD ന്യൂസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സഭ കാണിക്കുന്നുണ്ട്, സഭാ TV ഉണ്ട്, ഇതിലെല്ലാം കണ്ടിന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും. ഇത് കൂടാതെ അസംഖ്യം വരും സോഷ്യൽ മീഡിയകളുണ്ട്, ന്യൂസ് ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഇവരെല്ലാം വഴി ഈ വാർത്തകൾ എത്തും. അപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലെ MP എന്താണ് ചെയ്യുന്നത്, വോട്ട് ചെയ്യുമോ അതോ ബഹളം വെച്ച് ഇറങ്ങിപ്പോകുമോ, ഞങ്ങളെ പറ്റിക്കാൻ ഇനി അവരെന്താണ്, അങ്ങനെ ഒരു വലിയ ആശങ്ക കേരളത്തെ ഇത് ഈ കേരളത്തിലെ ഈ KCGC ആയാലും മറ്റു സഭകളായാലും ഇത് അവരുടെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അതായത് അവരൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്, ഞങ്ങളുടെ ഒരു ഇതിൽ ഇവർ നിൽക്കുന്നുണ്ടോ എന്നൊരു പരീക്ഷണം മാത്രമാണ് അവർക്ക് ഈ വഖഫ്. കാരണം അവർക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാളിതുവരെയുള്ള അവരുടെ പല വിഷയങ്ങളും കോൺഗ്രസ് പുറംതിരിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലയിലെ ബിഷപ്പിന്റെ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ കൂടെ ഈ BJP മാത്രമാണ് പ്രത്യക്ഷത്തിൽ നിലനിന്ന രാഷ്ട്രീയ പാർട്ടി. അപ്പൊ അവരിത് വാച്ച് ചെയ്യുകയാണ്. ഇനി ഞങ്ങൾക്കൊരു നിലപാടെടുക്കാൻ സമയമായി, ഇതിനകത്ത് കോൺഗ്രസ് ഇതിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്നുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് എന്തായിരിക്കും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നിലപാട്? കാരണം ആ നിലപാട് കട്ടാൻ റൈറ്റായിട്ട് നാളെ അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇനി അടുത്ത ഇവിടുത്തെ സഭകളുടെ നിലപാടെന്നാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞല്ലോ നാളത്തെ കൊണ്ട്. കോൺഗ്രസ് എന്തായാലും അവരിപ്പോഴും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യില്ല. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് സഭകളുടെ എന്ന് അറിയാനാണ് രാഷ്ട്രീയ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളടക്കമുള്ളവരുടെ ശ്രദ്ധ പോകുന്നത് അങ്ങോട്ടാണ്. നമ്മൾ ഈ രാഷ്ട്രീയത്തെ കാണുന്നത് സഭയുടെ രാഷ്ട്രീയം എന്താണ് ഇനി അടുത്ത ദിവസം, ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്താകും അടുത്ത ദിവസം എന്നുള്ളതാണ്. അതിനധികം ദിവസമൊന്നും പോകണ്ട, നാളെയോ മറ്റന്നാളോടോ കൊണ്ട് നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ഇതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് വിസിബിൾ അറിയാനും കഴിയും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.